കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. SSLC ഇംഗ്ലീഷ് സെക്കൻഡ് യൂണിറ്റിൽ തേർഡ് ലെസൺ ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന കവിതയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പോൾ ലോറൻസ് ഡൺബാർ എഴുതിയ വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു കവിതയാണ് ദ സീഡ്ലിംഗ്. ആ കവിതയുടെ ഇൻട്രൊഡക്ഷൻ ആദ്യമായി നമുക്കൊന്ന് നോക്കാം. Problems should be seen as opportunities. We should be solution providers who transforms the world. പ്രശ്നങ്ങളെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് അവസരങ്ങളായി കാണേണ്ടതാണ്. We should be solution providers who transform the world. നമ്മളെല്ലാവരും സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആയിരിക്കണം. ഈ ലോകത്തെ മാറ്റിമറിക്കാവുന്ന പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്തുന്നവരായിരിക്കണം നമ്മൾ. We can continue to stay motivated even when the path to success is long, difficult and challenging. വിജയത്തിലേക്കുള്ള വഴി വളരെ ദീർഘമേറിയതും പ്രയാസം നിറഞ്ഞതും ചാലഞ്ചിങ് വെല്ലുവിളികൾ നിറഞ്ഞതുമാണെങ്കിലും നമ്മളെല്ലാവരും മോട്ടിവേറ്റഡ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. സീഡ്ലിംഗ് shows how nature can inspire us to persevere in the space of adversity. പ്രതിസന്ധികളെ ഫേസ് ചെയ്യുമ്പോൾ, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും പെർസീവറൻസ്, അതായത് സ്ഥിരോത്സാഹത്തോടു കൂടിയായിരിക്കണം എന്നാണ് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു വിത്ത് മുളച്ച് അതൊരു സസ്യമായോ മരമായോ മാറുമ്പോൾ പ്രകൃതിയിൽ അതിന് ധാരാളം പ്രതിസന്ധികൾ നേരിടാനുണ്ട്. എങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് അതൊരു വലിയ വൃക്ഷമായി മാറുകയും നമുക്ക് ആവശ്യമുള്ള പൂക്കളോ ഫലങ്ങളോ അതിന് നൽകാൻ സാധിക്കുകയും ചെയ്യുന്ന തരത്തിൽ അത് വളർന്നു വരുന്നു. കാരണം അത് സ്ഥിരോത്സാഹത്തോടു കൂടി പ്രതിസന്ധികളെ ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. നമുക്കിനി ഈ കവിതയുടെ ഓഥറിനെ കുറിച്ച് നോക്കാം. ഇതിലെ എഴുത്തുകാരൻ ആരാണ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? About the poet, Paul Laurence Dunbar was an American poet, novelist, short story writer. പോൾ ലോറൻസ് ഡൺബാർ അമേരിക്കൻ കവിയാണ്. അദ്ദേഹം നോവലിസ്റ്റും ചെറുകഥ രചയിതാവുമാണ്. He was enslaved in Kentucky before the American Civil War. അമേരിക്കയിൽ സിവിൽ വാർ രൂപപ്പെടുന്നതിന് മുമ്പ് കെൻഡക്കിയിൽ ഒരു അടിമയായി ജീവിതം നയിക്കേണ്ടി വന്ന വ്യക്തിയാണ് ഇദ്ദേഹം. He published his first poem, Our Martyr Soldiers, at the age of 16. 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം തന്റെ കവിതയായിട്ടുള്ള Our Martyred Soldier പ്രസിദ്ധീകരിച്ചു. Dunbar became one of the first Afro-American writer to win international acclaim. രാജ്യാന്തര തലത്തിൽ അല്ലെങ്കിൽ ലോക തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാവുന്ന ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ എഴുത്തുകാരനാണ് പോൾ ലോറൻസ് ഡൺബാർ. He worked with the Wright brothers in their publication The Tattlers. റൈറ്റ് ബ്രദേഴ്സിന്റെ കൂടെ അവരുടെ ദ ടാറ്റ്ലർ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ഹിസ് ഫസ്റ്റ് ബുക്ക് ദ കളക്ഷൻ ഓഫ് പോയംസ് ഓക്ക് ആൻഡ് ഐവി വാസ് പബ്ലിഷ്ഡ് ഇൻ 1893. He has published many collections of poems, short stories, for novels and plays. ധാരാളം ചെറുകഥകളും അതുപോലെ കവിതകളും 4 നോവലുകളും നാടകങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സീഡ്ലിംഗ് എന്ന് പറയുന്ന കവിതയുടെ തീം എന്താണ്? സീഡ്ലിംഗ് എന്ന് പറയുന്ന കവിതയുടെ തീം സക്സസ് ത്രൂ സ്ട്രഗിൾ, ഹാർഡ് വർക്ക് ലീഡ് ടു ദ ഗ്രോത്ത് ആൻഡ് ഹാപ്പിനെസ് എന്നാണ്. വിജയത്തിൽ എത്തണമെങ്കിൽ സ്ട്രഗിൾ ചെയ്യണം, നമ്മൾ നന്നായി അധ്വാനിക്കണം, പരിശ്രമിക്കണം. കഠിനാധ്വാനത്തിലൂടെ, ഹാർഡ് വർക്കിലൂടെ മാത്രമേ, കഠിനമായ അധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് ഗ്രോത്തും ഹാപ്പിനെസ്സും ഉണ്ടാവുകയുള്ളൂ. നമുക്ക് പുരോഗതി ഉണ്ടാവണമെങ്കിൽ, വളർച്ച ഉണ്ടാവണമെങ്കിൽ, ഹാപ്പിനെസ്, സന്തോഷം ഉണ്ടാവണമെങ്കിൽ
നമ്മൾ തീർച്ചയായും കഠിനമായി അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. പരിശ്രമത്തിലൂടെ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ എന്നാണ് ഈ കവിതയുടെ തീം ആയി പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് നമ്മളോട് പറയുന്നത്. പാത്ത് ടു പ്രോഗ്രസ് എന്നാണ് ഈ സെക്കൻഡ് യൂണിറ്റിന്റെ പേര്. ആ ഒരു യൂണിറ്റിനെ കൃത്യമായി നിർവചിക്കുന്ന ഒരു ലെസൺ കൂടിയാണ് ഇത്. മെസ്സേജ് ഓഫ് ദ പോയം. ഈ കവിതയുടെ മെസ്സേജ് എന്താണ്? ഫേസ് ഡിഫിക്കൽട്ടീസ് ബ്രേവ്ലി വിത്ത് ദ പേഷ്യൻസ്, യു വിൽ അച്ചീവ് ഗ്രേറ്റ്നസ് ത്രൂ പെർസീവറൻസ്. ഫേസ് ഡിഫിക്കൽട്ടി ബ്രേവ്ലി എന്നാണ്. പ്രയാസങ്ങളെ ധീരമായി നേരിടുക. വിത്ത് പേഷ്യൻസ്, ക്ഷമയോടുകൂടി നേരിടണം. യു വിൽ അച്ചീവ് ഗ്രേറ്റ്നസ് ത്രൂ പെർസീവറൻസ്, സ്ഥിരോത്സാഹത്തിലൂടെ സ്ഥിരമായ കഠിനമായ പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് ഗ്രേറ്റ്നസ്, മഹത്വം അല്ലെങ്കിൽ വിജയം നേടാവുന്നതാണ് എന്നാണ്. ഈ കവിതയുടെ ടോണും സ്റ്റൈലും എന്താണ്? ഈ കവിതയുടെ ടോൺ എന്ന് പറയുന്നത് ഹോപ്പ്ഫുൾ ആണ്. വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള ഭാവി അല്ലെങ്കിൽ ഇനി വരുന്ന അല്ലെങ്കിൽ നാളെ എല്ലാം സുഗമമായിരിക്കും, വലിയ വിജയങ്ങൾ നമ്മളെ തേടിയെത്തും എന്നുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ടോണാണ് ഈ കവിതയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ ശൈലി എന്ന് പറയുന്നത് ഇതൊരു ഡിഡാക്റ്റിക് പോയമാണ് എന്നാണ്. ഡിഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ആണ്, ഉപദേശ കവിതയാണ്, അല്ലെങ്കിൽ മോറൽ പോയമാണ്. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ ഉപദേശിക്കുന്ന ലിറിക്കൽ ക്വാളിറ്റിയുള്ള ഒരു കവിതയാണ്. ഇതിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് ലിറിക്കൽ ആയതുകൊണ്ട് ഇതിന് കൃത്യമായ റൈം സ്കീം ഉണ്ട്. ABCB എന്നാണ് ഈ കവിതയുടെ റൈം സ്കീം. നമുക്ക് കവിതയിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റാൻസ. ഓരോ സ്റ്റാൻസയും 4 വരി വീതമാണ് കൃത്യമായി എഴുതിയിട്ടുള്ളത്. വളരെ ചെറിയ ആശയങ്ങളോട് കൂടി വേർതിരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, ഈ കവിതയിൽ നമ്മളോട് സംസാരിക്കുന്നത് ഒരു സീഡ്ലിംഗ് ആണ്, ഒരു വിത്ത് ആണ്. വിത്ത് എന്ന് പറയാൻ പറ്റില്ല, സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈ എന്നാണ് അർത്ഥം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ തൈ എന്നാണ്. ഒരു വിത്ത് മുളച്ച് തൈയായി മാറുന്നു. ആ വിത്ത് മുളയ്ക്കുന്ന തൈയാണ് നമ്മളോട് സംസാരിക്കുന്നത്, ആ പ്ലാന്റ്സ് ആണ് നമ്മളോട് സംസാരിക്കുന്നത്. അത് എങ്ങനെയാണ് മുളയ്ക്കുന്നത്, മുളയ്ക്കുമ്പോൾ അതിനെന്തെല്ലാം നേരിടേണ്ടി വന്നു, ഒരു ചെടിയായി മാറിയപ്പോഴുള്ള അവസ്ഥ, അത് സ്വയം നമ്മളോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിത തയ്യാറാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻസ. As a quiet little seedling lay within the darksome bed, to itself it fell a talking, and this is what it said. As a quiet little seedling, seedling എന്ന് പറഞ്ഞാൽ young plant grown from the seed, ഒരു വിത്ത് മുളച്ച് പൊങ്ങി വരുന്ന ഒരു കുഞ്ഞു ചെടിയാണ് സീഡ്ലിംഗ് എന്ന്. ഞാനൊരു ചെറിയ സീഡ്ലിംഗ് ആയിരുന്നു. ലേ വിത്തിൻ ദ ഡാർക്സം ബെഡ് എന്നാണ്. ഞാൻ ഒരു ഡാർക്സം ബെഡില്, അല്ലെ, ആ ഇരുട്ടില് അന്ധകാരത്തിൽ ഞാനിങ്ങനെ കിടക്കുകയായിരുന്നു. ആ വിത്തിനകത്ത് ഞാനിങ്ങനെ സൈലന്റ് ആയിട്ട്, ക്വയറ്റ് ആയിട്ട്, സൈലന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. Itself fell a talking, and this is what it said. ആ സമയം എന്ത് ചെയ്തു? It started to talking and thinking. അത് സ്വയം ചിന്തിക്കാൻ തുടങ്ങി, സ്വയം സംസാരിക്കാൻ തുടങ്ങി. These were the thoughts and the talks. ഈ താഴെ പറയുന്നതാണ് അതിന്റെ ചിന്തകളും അത് സംസാരിച്ചതും എന്നാണ്. അപ്പൊ as a small silent seedling was laying still, hidden inside the dark soil underground, it started to thinking and talking itself, and these were its thoughts and talks. Second stanza. I am not so robust, but I will do the best I can. The seedling from the moment it work life began. I am not so robust. Robust എന്ന് പറഞ്ഞാൽ ഹെൽത്തി അല്ലെങ്കിൽ സ്ട്രോങ് എന്നാ. ഞാൻ ഈ വിത്തിനകത്ത് ഇരിക്കുമ്പോൾ ഞാൻ അത്ര വലിയ കരുത്തനോ ആരോഗ്യമുള്ളവനോ ഒന്നും അല്ല. ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. പക്ഷെ എനിക്ക് കഴിയുന്നത് ഞാൻ തീർച്ചയായും ചെയ്യുമെന്നാണ്. ദ സീലിംഗ് ഫ്രം ദ മൊമെന്റ് ഇറ്റ് വർക്ക് ഓഫ് ദ ലൈഫ് ബിഗാൻ എന്ന. ഈ സമയം എന്ത് ചെയ്യാൻ തുടങ്ങി? ആ നിമിഷം അങ്ങനെ അത് ചിന്തിച്ചത് മുതൽ സീഡ്ലിംഗ് സ്റ്റാർട്ടഡ് ടു വാക്കിംഗ് ആൻഡ് ഹാർഡ് ഗ്രോ, അല്ലെ, ആ സീഡ്ലിംഗ് പതുക്കെ വളരാൻ തുടങ്ങി, മുകളിലേക്ക് അത് പൊട്ടി മുളയ്ക്കാൻ തുടങ്ങി. അപ്പൊ ദ സീഡ്ലിംഗ് ടോക്ക് ഹിംസെൽഫ്, അത് അവനോട് തന്നെ സംസാരിച്ചു. ഐ ആം നോട്ട് സോ സ്ട്രോങ്, വെരി സ്ട്രോങ്, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺവേർഡ്സ് ദ സീഡ്ലിംഗ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹാർഡ് ടു ഗ്രോ ആൻഡ് live. Third, so it pushed a little leaflet.
up into the light of the day to examine the surroundings and to show the rest of the day. അപ്പോൾ ആ സീഡ്ലിംഗ് എന്ത് ചെയ്തു? പുഷ്ഡ് സ്മാൾ ലീഫ് അപ്വേർഡ്. ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞാൽ സ്മാൾ ലീഫിനെയാണ്, തളിരിലയെയാണ്, കുഞ്ഞിലയാണ് ലീഫ്ലെറ്റ്സ് എന്ന് പറയുക. ആ വിത്തിനകത്ത് നിന്ന് അല്ലെ എന്ത് ചെയ്തു? സീഡ്ലിംഗ് പുഷ്ഡ് പുറത്തേക്ക് എന്ത് തള്ളി? അതിന്റെ കുഞ്ഞു ഇലകൾ പുറത്തേക്ക് തള്ളി. ആൻഡ് അപ് ടു ദ ലൈറ്റ് ഓഫ് ദ ഡേ. എവിടേക്കാണ്? ടുവേർഡ് ദ സൺലൈറ്റ് അബൌവ് ദ സോയിൽ. മണ്ണിന് പുറത്ത് സൂര്യന്റെ പ്രകാശത്തേക്ക്, സൂര്യ വെളിച്ചമുള്ള ആ അന്തരീക്ഷത്തിലേക്ക് അതിന്റെ ഇലകൾ മുളച്ചു പൊങ്ങി. ടു എക്സാമിൻ ദ സറൗണ്ടിങ്. എന്നിട്ട് അത് എന്ത് ചെയ്തു? എക്സാമിൻ, ടു ലുക്ക് അറ്റ് ദ ന്യൂ സറൗണ്ടിങ്. ആ പുതിയ ചുറ്റുപാട് ഒന്ന് നിരീക്ഷിച്ചു. ഹൗ ഷോ ദ റെസ്റ്റ് ദ വേ. എന്നിട്ട് ഇത് ഗൈഡ് ദ അതർ പാർട്ട് ഓഫ് ദ പ്ലേ. എന്താ ദ റെസ്റ്റ് എന്ന് പറയുന്നത്? ദ റിമൈനിങ്, ബാക്കിയുള്ളത്. അപ്പൊ ആദ്യം ഒരു തളിരില പുറത്തേക്ക് വന്നു, അതിനുശേഷം ചുറ്റുപാടൊന്ന് നോക്കി, എന്നിട്ട് അത് തന്റെ കൂടെയുള്ള ബാക്കിയുള്ളവരെയും കൂടി വിളിച്ചു. അതായത് ആ മണ്ണിനടിയില് വിത്തില് ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നതിനുണ്ട്. അതിന് സ്റ്റെം ഉണ്ട്, അതർ ലീവ്സ് ഉണ്ട്. അപ്പൊ അതിനെ കൂടി അത് താഴോട്ട് വിളിച്ചു, മുകളിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. ഫോർത്ത്, ദ ലീഫ്ലെറ്റ് ലൈക്ഡ് ദ പ്രോസ്പെക്ട്, സോ ഇറ്റ് കാൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെം. And then two other leaflets heard it and quickly followed them. അപ്പൊ ആദ്യം വന്നിരുന്ന ലീഫ്ലെറ്റ്, ആ കുഞ്ഞു തളിരിലയുണ്ടല്ലോ, ലൈക്ക് ടു പ്രോസ്പെക്ട് എന്ന, അത് ലൈക്ക് ദ ഔട്ട്സൈഡ് വ്യൂ, ആ പുറത്തുള്ള മനോഹരമായിട്ടുള്ള ആ കാഴ്ചപ്പാടുകള് അതിനെന്ത് ചെയ്തു? ഇഷ്ടമായി. ദ പ്രോസ്പെക്ട്സ് എന്നാണ്, ദ ഔട്ട്സൈഡ് വ്യൂ ആണ് പ്രോസ്പെക്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ പ്രോസ്പെക്ട്സ്, ഔട്ട്സൈഡ് വ്യൂ അതിന് ഇഷ്ടമായി. സോ അതുകൊണ്ട് കാൾ ഇറ്റ്സ് ബ്രദർ. ആ ലീഫ്ലെറ്റ് എന്ത് ചെയ്തു? തന്റെ ബ്രദറിനെ വിളിച്ചു. ആരാ ബ്രദർ? ദ സ്റ്റെം അല്ലെ. സ്റ്റെമ്മിനോട് പറഞ്ഞു ടു കം അപ് ടു, നീയും കൂടെ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞു. ദെൻ ടു അതർ ലീവ്സ് ഹിയർഡ് ഇറ്റ്. അങ്ങനെ വിളിച്ചപ്പോ അതർ ടു ലീവ്സ് ഹിയർഡ് ഇറ്റ്. ആ വിളി അതിന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ഇലകൾ കൂടി കേട്ടു. അപ്പൊ സ്റ്റെം പുറത്തേക്ക് വന്നപ്പോ മറ്റ് രണ്ട് ഇലകളും കൂടി പുറത്തേക്ക് വന്നു. ആദ്യം ഒരു ഇല വന്നു, പിന്നെ അത് സ്റ്റെം വന്നു, അതിനുശേഷം ബാക്കി രണ്ട് ഇലകളും കൂടെ വന്നു. ആൻഡ് ക്വിക്ലി ഫോളോഡ് ദം എന്നാണ്. ദേ ക്വിക്ലി, ദ അതർ ടു ലീവ്സ് ദേ ക്വിക്ലി കം ഔട്ട് ആസ് വെൽ. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തു? മറ്റു രണ്ട് ഇലകൾ കൂടി പുറത്തേക്ക് വന്നു. അങ്ങനെ വിളിച്ചപ്പോ അവരും കൂടെ പുറത്തോട്ട് വന്നു എന്നുള്ളതാണ്. ഫിഫ്ത്ത്, ടു ബി ഷുവർ ദ ഹേസ്റ്റ് ആൻഡ് ഹറി മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വീറ്റ് ആൻഡ് പാൻഡ് sweat and pan, but almost before it knew it found itself planned. To be sure, ഉറപ്പായിട്ടും haste and hurry, നല്ല ഹേസ്റ്റ്, നല്ല തിടുക്കത്തില്, വേഗത്തില്, ഹറി അല്ലെ, നന്നായിട്ട് തിടുക്കത്തില് നല്ല എഫേർട്ട് എടുത്ത് തന്നെയായിരുന്നു. മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പരിശ്രമിക്കേണ്ടി വന്നു. പുറത്തേക്ക് പൊട്ടി മുളച്ചയും മണ്ണിനെയൊക്കെ കുത്തി ഇളക്കി മാറ്റി കീറി അതിനിടയിലൂടെ പുറത്തേക്ക് വരാൻ കുറച്ച് പ്രയാസപ്പെട്ടു. ആ പുറത്ത് വന്നപ്പോ കുറച്ച് വെയിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സഹിച്ച് ഒന്ന് ഉറപ്പ് കൂടി അതൊക്കെ സ്വീകരിച്ച് വളരാൻ കുറച്ച് പ്രയാസമെടുത്തു. അപ്പൊ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാൻഡ് ചെയ്തു എന്നാണ്. പാൻഡ് ചെയ്യുക, കിതക്കുക എന്നാണ്. അപ്പൊ ഒന്ന് കിതച്ചു പോയി, ഒന്ന് അല്ലെ, ഒന്ന് കിതച്ചു പോയി, ആൻഡ് സ്വെറ്റ് വിയർത്തു കുളിച്ചു പോയി എന്നാ. Surely these haste and effort to grow made seedling tired and breathless. But almost before it knew it, it found itself a plant. But before it even realized, it had already grown to plant. പക്ഷെ ഇത് തിരിച്ചറിഞ്ഞപ്പോഴേക്ക് ഈ കുറച്ച് പ്രയാസങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ പ്രയാസങ്ങളൊക്കെ ബുദ്ധിമുട്ടി തന്നെയാണ് ഞാനൊരു ചെടിയായി വന്നത് അല്ലെ. അപ്പോഴേക്ക് ഞാൻ എന്തായി മാറിയിരുന്നു? ഈ കിതപ്പും ഈ വിയർപ്പും ഒക്കെ ഒന്ന് പറ്റിയപ്പോഴേക്ക് ഞാനൊരു ഫുൾ ഗ്രോൺ പ്ലാന്റ് ആയി മാറി. ഞാൻ നന്നായി വളർന്നു വലുതായ ഒരു ചെടിയായി മാറിയിട്ടുണ്ട്. The sunshine poured upon it, and the cloud they gave me a shower. And the little plant kept growing till it found itself flower. The sunshine, the warm sunshine, the warm sunlight, ആ സൂര്യപ്രകാശം, ചൂടുള്ള പ്രകാശം അല്ലെ, അത് എന്ത് ചെയ്തു? ഷൈൻ, ആ തിളങ്ങുന്ന പ്രകാശം എന്ത് ചെയ്തു? poured upon me, എന്നിലേക്ക് ചുരിഞ്ഞു എന്ന. സൺലൈറ്റ് ഷോൺ ഓൺ ദ പ്ലാന്റ് ആൻഡ് ഗേവ് ഇറ്റ്, അത് എനിക്ക് എന്ത് നൽകി? ദ എനർജി, സൂര്യപ്രകാശം എനിക്ക് ഊർജം നൽകി. ക്ലൗഡ് ദേ ഹാവ് ഷവർ, മേഘങ്ങള് എന്ത് ചെയ്തു? ക്ലൗഡ് വാട്ടേർഡ് അല്ലെ, മേഘങ്ങള് എനിക്ക് വേണ്ടി പെയ്തു, എനിക്ക് എന്ത് നൽകി? ത്രൂ ദ റെയിൻ, മഴയിലൂടെ എനിക്ക് ഷവറിങ് അല്ലെ, ജലം ഒഴിച്ചു നൽകി. ആൻഡ് ലിറ്റിൽ പ്ലാന്റ് കെപ്റ്റ് ഗ്രോവിംഗ് ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് ഫ്ലവർ. അങ്ങനെ നമ്മുടെ ആ സ്മാൾ പ്ലാന്റ്, ആ കുഞ്ഞു പ്ലാന്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? കണ്ടിന്യൂ ടു ഗ്രോ, വളരാൻ തുടങ്ങി. ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് ഫ്ലവർ, ഏതുവരെ? അണ്ടിൽ ബ്ലൂംഡ്, ഫ്ലവേർഡ് അല്ലെ, പൂക്കള് അതിലുണ്ടാവുന്ന ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, അതിലും മനോഹരമായ പൂക്കൾ ഉണ്ടാവുന്നത് വരെ അതെന്ത് ചെയ്തു? ഇവിടെ
വളർന്നു വലുതായി. കാണുന്നുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ, നമ്മുടെ ചെടി ഇങ്ങനെ വളർന്ന് വലുതായി നിറയെ പൂക്കളൊക്കെ ആയിട്ട് സുന്ദരി ചെടിയായിട്ട് മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, 7th stanza, 7th stanza. Little folks, be like the seedling. Little folks, be like the seedling. Always do the best you can. Every child must share life's labor just as well as every man. ഇനി ചെടി, നമ്മളോട് ആ സീഡ്ലിംഗ്, ആ തൈ ചെടി നമുക്ക് അഡ്വൈസ് ചെയ്യാണ്. കവിതയുടെ അവസാനം ചെടി നമ്മളെ ഉപദേശിക്കുകയാണ്. ലിറ്റിൽ ഫ്ലോക്സ്, ലിറ്റിൽ ഫ്ലോക്സ് എന്ന് വിളിക്കുന്ന ആരാ? ആ ചിൽഡ്രൻ, കുട്ടികളെ. ബി ലൈക്ക് എ സീഡ്ലിംഗ്, നമ്മളൊക്കെ ആരെ പോലെയാ? ലൈക്ക് എ ലിറ്റിൽ സീഡ്ലിംഗ്, കുഞ്ഞ് ചെറു തൈകളെ പോലെയാണ്. ആൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, എന്നാൽ നിങ്ങൾ ആൾവേസ് ട്രൈ യുവർ ക്യാൻ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എപ്പോഴും നിങ്ങൾ പരിശ്രമിക്കണം. എവരി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ് ലേബർ. എവരി ചൈൽഡ്, എല്ലാ കുട്ടികളും എന്ത് ചെയ്യും? മസ്റ്റ് വർക്ക് ഹാർഡ് ഇൻ ലൈഫ്, ജീവിതത്തിൽ നന്നായിട്ട് അധ്വാനിക്കണം. ആൻഡ് ജസ്റ്റ് ആസ് വെൽ ആസ് എവരി മാൻ, ഇതുപോലെ ജസ്റ്റ് ലൈക്ക് എവരി ഗ്രോൺ അപ്പ് മാൻ ഡസ്. അല്ലെ, മുതിർന്ന ആളുകള് എങ്ങനെയാണോ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പ്രവർത്തിക്കണം. എന്നിട്ട് ഈ കവിത കൺക്ലൂഡ് ചെയ്യാണ്. The sun and flowers will help you through the lonesome struggling hours till you rise to light and beauty, virtues, fair, unfading flowers. The sun and showers, സൂര്യന്റെ വെളിച്ചവും അതുപോലെ മേഘങ്ങൾ അല്ലെങ്കിൽ മഴയൊക്കെ വിൽ ഹെൽപ്പ് യു, അതൊക്കെ നിങ്ങളെ എന്തിനു സഹായിക്കും? ടു ഗ്രോ, അല്ലെ, വളരാൻ നിങ്ങളെ സഹായിക്കും. ഒരു ചെടിയാണെങ്കിൽ, വിത്താണെങ്കിൽ അതിന് എന്താവശ്യമാണ്? അതിന് നേച്ചറിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ആവശ്യമാണ്, അല്ലെ? അതായത് സൺലൈറ്റും വേണം, റെയിനും വേണമായിരുന്നു. ത്രൂ ദ ലോൺസം ആൻഡ് സ്ട്രഗ്ലിംഗ് അവേഴ്സ്. ലോൺസം എന്ന് പറയുന്നത് എലോൺ, തനിച്ച് എന്നാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ പരിശ്രമിക്കേണ്ടി വരും? ലോൺസം, ഒറ്റയ്ക്ക്, ഡ്യൂറിങ് ദ ലോൺലി ഡിഫിക്കൽട്ട് ടൈം. ജീവിതത്തിൽ സ്ട്രഗ്ലിംഗ് ഹവേഴ്സ് ഉണ്ടാവും, ഒരുപാട് അധ്വാനിക്കേണ്ട, ബുദ്ധിമുട്ടേണ്ട, കഷ്ടപ്പെടേണ്ട സമയം ഉണ്ടാവും. അതുപോലെ ലോൺസം, നിങ്ങൾ ഒറ്റപ്പെടുന്ന സമയം, നിങ്ങൾ മാത്രമേ ഉണ്ടാവും, മറ്റാരും ഇല്ലാതെ നിങ്ങൾ തനിച്ച് വർക്ക് ചെയ്യേണ്ട സമയം ഉണ്ടാവും. ടിൽ യു റൈസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, ഏതുവരെ? നിങ്ങൾ അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കുക. റൈസ് യുവർ ബ്രൈറ്റ് സക്സസ് ഇൻ ലൈഫ്, ജീവിതത്തിൽ നിങ്ങൾ പ്രകാശത്തിലേക്കും സൗന്ദര്യത്തിലേക്കും ഒരു ചെടി വിത്ത് മുളച്ച് ചെടിയായി ഉയർന്ന് പൂക്കളായി നിൽക്കുന്നത് പോലെ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉയരുക. വെർച്യു, ഫെയർ, അൺഫെയ്ഡിങ് ഫ്ലവേഴ്സ്. അങ്ങനെ ഗ്രോ ബ്യൂട്ടിഫുൾ ലൈക്ക് എ പ്ലാന്റ്, അതെ, ഫ്ലവറി പ്ലാന്റ്, അല്ലെ? നല്ല പൂക്കളുള്ള ഒരു ചെടിയെ പോലെ നിങ്ങളും ഗ്രോ ചെയ്യുക, വളരുക. എന്നിട്ടോ ദ ലാസ്റ്റിംഗ് വെർച്യു, വെർച്യു എന്ന് പറഞ്ഞാൽ ഗുഡ്നെസ് ആണ്, നന്മയാണ്, അല്ലെ? ആൻഡ് ഗുഡ്നെസ് ഫോർ യുവർ സെൽസ് ആൻഡ് ഫോർ ദ സൊസൈറ്റി. അങ്ങനെ നിങ്ങളിൽ നിന്ന് എന്തുണ്ടാവട്ടെ? ഒരു ചെടി വളർന്ന് പൂക്കളായി അത് തന്റെ ചുറ്റുപാടിന് തേൻ നൽകി, സുഗന്ധം നൽകി, കായ്കൾ നൽകി സഹായിക്കുന്നത് പോലെ നിങ്ങളിൽ നിന്ന് എന്തുണ്ടാവട്ടെ? ഗുഡ്, അല്ലെ, നന്മകൾ ഉണ്ടാവട്ടെ. അത് ഫോർ യുവർ സെൽസ്, നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവട്ടെ. ആൻഡ് ഫോർ ദ സൊസൈറ്റി, സമൂഹത്തിനും ഉപകാരപ്പെടട്ടെ. ആ രീതിയിൽ നിങ്ങളും ആയിത്തീരുക എന്ന് പറഞ്ഞാണ് ഈ പ്ലാന്റ്, ഈ സീഡ്ലിംഗ്, ഈ കൊച്ചു തൈ ചെടി നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസിന്റെ അപ്രീസിയേഷൻ നോട്ട്സ് അടുത്ത വീഡിയോ ലെസണിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.